നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ ബൂത്തുകളെ സജീവമാക്കി വോട്ടർമാർ എത്തിയത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? പോളിംഗ് അവസാനിക്കുമ്പോൾ മുന്നണികൾ കൂട്ടലും കിഴിക്കലും തുടങ്ങിക്കഴിഞ്ഞു. തകർപ്പൻ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കൂടുതൽ, വീറും വാശിയും കുറവുള്ള മണ്ഡലങ്ങളിൽ മന്ദഗതി. നഗര ഗ്രാമ തീരദേശ മലയോര വ്യത്യാസമില്ലാതെ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചപ്പോൾ മോദി വിരുദ്ധവും പിണറായി വിരുദ്ധവുമെന്ന് UDF. കേന്ദ്ര വിരുദ്ധ വോട്ടുകൾ ഒഴുകിയെത്തിയെന്ന് LDF. പിണറായി വിരുദ്ധ വോട്ടുകൾ സമാഹരിച്ചെന്ന് BJP. അവകാശവാദങ്ങൾക്കിടയിലും വോട്ടെടുപ്പ് ദിവസത്തെ സമ്പന്നമാക്കിയത് EP ജയരാജന്റെ BJP ബാന്ധവ ശ്രമത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ. ജയരാജൻ എന്തിന് BJPയുമായി ചർച്ച നടത്തി? ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ ഈ ചോദ്യമുയർത്തിയ UDFന് വിളവെടുക്കാൻ കഴിയുമോ? ജയരാജന്റെ ജാഗ്രതക്കുറവെന്ന വിശദീകരണം ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള വഴി മാത്രമാകവേ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ CPM ഊരാക്കുടുക്കിലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, BJP വക്താവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് P ഷുക്കൂർ എന്നിവരാണ് ചേരുന്നത്. ഒപ്പം ചില സ്ഥാനാർത്ഥികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ GV ഹരി, പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവസാന നില വന്നിട്ടില്ല, എങ്കിലും 2019 പോലെ തന്നെ ഉള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. രാവിലെ മുതൽ ബൂത്തുകളിലെ നീണ്ട നിര കാണുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴോട്ടായിരിക്കാം പോളിംഗ്, ചിലപ്പോൾ കൂടുകയും ചെയ്തിരിക്കാം. എന്തായാലും അന്തിമ പോളിംഗ് ശതമാനം വരട്ടെ. എങ്കിലും ഇതെന്തിൻ്റെ സൂചനയാണ്? നിങ്ങൾ എന്താണ് കരുതുന്നത്? 2019 ആവർത്തിക്കാൻ കഴിയുമെന്നാണോ? തീർച്ചയായിട്ടും 2019 അല്ല, 2020 നമുക്ക് അതിനകത്ത് പുറകോട്ട് പോകാത്ത പ്രശ്നമേ ഇല്ല. ഇന്നത്തെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജോലി വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 70-72% പോളിംഗ് വരും. ഇപ്പോൾ 69 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ വരുമ്പോൾ ഒരു 70-72% എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും ഇത്തവണത്തെ കേരളത്തിൻ്റെ വിധി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2020 എന്ന് പറയാനുള്ള കാരണം അത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഞങ്ങളുടെ ഒരു ഇടപെടലും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഇടപെടലുകളും ആ കാര്യത്തെ കൃത്യമായിട്ട് തന്നെ ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം നേരത്തെ ഇവിടെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഞങ്ങൾ വീണ്ടും പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം CPMഉം BJPയും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ ഒരുപാട് തെളിവുകൾ കൂടി പുറത്തു വന്നിരുന്നു. നിങ്ങൾ ഈ 2020 എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ UDFലേക്ക് സമാഹരിക്കപ്പെടും. അതായത് ഈ മോദി വിരുദ്ധ വോട്ടുകൾക്ക് അർഹർ നിങ്ങളാണ് എന്നുള്ള അവകാശവാദമാണല്ലോ. അത് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അതിൽ നിങ്ങൾ ഈ തീരദേശ മേഖലയിലെ ഈ ഉയർന്ന പോളിംഗ് ഒക്കെ അതിന് ഒരു ഉദാഹരണമാക്കി എടുത്തേക്കാം. പക്ഷേ ഇതേ കാര്യം തന്നെ മറുവശത്ത് LDFും പറയും, ഈ മോദി വിരുദ്ധ വോട്ടുകൾ ഞങ്ങളിലേക്ക് സമാഹരിച്ചു, കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം LDFിനെയാണ് എന്നുള്ള കാര്യം LDFിൻ്റെ നേതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഡിഫറൻസ് ആയിട്ട് എന്താണ് കൊണ്ടുവരുന്നത്? അതിനുള്ള നിങ്ങളുടെ ഒരു പിടിവള്ളിയായി മാറുകയായിരുന്നു ഈ അവസാന മണിക്കൂറിൽ വന്ന ഈ ജയരാജൻ്റെ BJP ബാന്ധവം എന്നുള്ള ശ്രമം. അല്ല, അത് മാത്രമല്ല മഞ്ജുഷ്, ഇപ്പോൾ രാവിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, ദേശീയ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് LDF ദേശീയ തലത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കും അറിയാം കോൺഗ്രസ് പാർട്ടി ആണ് ഈ രാജ്യത്ത് BJPക്ക് അതിശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നത്. ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, സ്വാഭാവികമായിട്ട് ആ ഭരണമാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്കറിയാം ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ, കാരണം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണത്തിൽ ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വർഗീയമായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള ഒരു വർഗീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടതാണ്. ഇല്ല, അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് LDFിനും അവകാശപ്പെടുന്നതാണ്, അവർക്ക് വാദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ ഡിഫറൻസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ജയരാജന്റെ ഈ ഒരു അവസാന നിമിഷത്തെ ഈ വരുന്ന വിവാദമുണ്ടല്ലോ, അത് താങ്കൾ പറഞ്ഞു തുടങ്ങിയതാണ്, അപ്പോൾ ഞാൻ കയറി ഇടപെട്ടതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണകരമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ. തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ നേരത്തെ ആവർത്തിക്കുന്നതാണ് അഞ്ജുഷ്, ഇതൊരു പുതിയ കാര്യമല്ല. ഇന്നത് പുറത്തു വന്നത് മാത്രം അതിൻ്റെ തെളിവുകൾ അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടി വന്നു. ശ്രീ EP ജയരാജൻ തന്നെ സമ്മതിക്കേണ്ടി വന്നു, ഞാൻ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ശ്രീ EP ജയരാജൻ BJPയുടെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഇത് കാണില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോഴല്ല, ഇതിപ്പോൾ തെളിവ് പുറത്തു വരുന്നത് ഇപ്പോഴാണ്.
എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം തന്നെ കൃത്യമായി തന്നെ ഇന്നത്തെ തെളിവ് പുറത്തു വരികയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല, സ്വാഭാവികമായിട്ട് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാനൊരു സൗഹൃദ കൂടിക്കാഴ്ച നടത്തി എന്ന രീതിയിലാണ് ആരെയും പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അത് മാത്രമല്ല രണ്ട് കാര്യങ്ങൾ അതിൽ നിൽക്കുകയാണോ. ഒന്ന്, BJP-യിലേക്ക് പോകുവാനാണോ ജയരാജൻ ശ്രമിച്ചത്? രണ്ട്, BJP-യും CPM-ഉം തമ്മിലുള്ള രഹസ്യ ഇടപാടിന് വേണ്ടിയാണോ ജയരാജൻ ശ്രമിച്ചത് എന്ന കാര്യം അത് അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. ഇതിൽ ഇടനില നിന്ന BJP നേതാക്കൾ കൂടുതൽ സുവ്യക്തമായി കാര്യങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ 2020 അടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF. അതിന് അവർക്ക് അനുകൂലമായി വരുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് താനും. LDF-ന്റെ പ്രതിനിധി വരട്ടെ, അപ്പോൾ അവരും ഇത്രയും പറയില്ലെങ്കിലും എങ്കിലും ഞങ്ങൾക്ക് മോശമില്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ജനവിധിയിലെന്ന് പറയുമായിരിക്കും. പക്ഷേ BJP-ക്ക് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ ജനവിധി കാണുമ്പോൾ, ഈ ഒരു ജനങ്ങളുടെ ഈ ഒഴുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? BJP-ക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു വലിയ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ രണ്ട് മുന്നണികൾ രണ്ട് സ്ഥാനാർത്ഥികളെ വീതം ഓരോ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? നരേന്ദ്രമോദിയെ എതിർക്കാനാണ്, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ്. അങ്ങനെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആത്മാർത്ഥമായ ഒരു നീക്കമാണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ എന്തിനാണ് ഒരു മണ്ഡലത്തിൽ BJP-ക്കെതിരെ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. അതായത് അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയാണല്ലോ. മറിച്ച് ചെയ്യാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെ നിലനിൽപ്പിന്റെ കാര്യമുണ്ട്. കേരളം അതിൽ വ്യത്യസ്തമാണല്ലോ ശ്രീ ജയസൂര്യൻ. നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് കടന്ന് ചിന്തിക്കണ്ടല്ലോ. പക്ഷേ ആ വോട്ടുകൾ ആര് സമാഹരിക്കും? അതായത് ഈ മോദി വിരുദ്ധ വോട്ടുകൾ ആര് സമാഹരിക്കും? BJP ഭയം വോട്ടാക്കി മാറ്റാൻ ആർക്ക് കഴിയും? അതിന്റെ മത്സരമാണല്ലോ. അതിലാണ് ജയം അവകാശപ്പെടുന്നത് UDF. നിങ്ങൾക്കതിൽ ഈ രണ്ട് സീറ്റുകൾ തിരുവനന്തപുരവും തൃശ്ശൂരും അത് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എത്രത്തോളം പ്രകടമാണ്? അതിന് വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വസ്തുതകൾ വെച്ച് പറയണം. അതായത് വസ്തുതകൾ വെച്ച് തന്നെ പറയാം. BJP-യുടെ ഗ്രോത്ത് കേരളത്തിൽ NDA-യുടെ അല്ലെങ്കിൽ BJP-യുടെ ഗ്രോത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 3 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 50,000 വോട്ടിന് താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തവണ ആയപ്പോഴത്തേക്കും അത് 1 ലക്ഷത്തിനടുത്തേക്ക് 1 ലക്ഷത്തിന് മുകളിലേക്കും വന്നു. 1.25 ലക്ഷം വരെ വന്ന ആലപ്പുഴ പോലെയുള്ള മണ്ഡലമുണ്ട്. ഏതാണ്ട് 46,000 വോട്ടുണ്ടായിരുന്നത് 1.25 ലക്ഷം 1.85 വരെ ആയിട്ടുണ്ട് ആലപ്പുഴ. അതുപോലെ പല മണ്ഡലങ്ങളിലും 1/2 ലക്ഷത്തിന് താഴെ ഉണ്ടായിരുന്ന BJP വോട്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുകയും അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ ഇലക്ഷനിൽ ആ ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ 3.5 ലക്ഷം വരെ അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് വരാനുള്ള സാധ്യത NDA-ക്ക് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് LDF-ഉം UDF-ഉം അവരെപ്പോഴും ഒരു 2%, 1% കൂടി വന്നാൽ 4-5% ഒരു സ്വിംഗിലാണ് ഈ ജയപരാജയങ്ങളും സീറ്റുകളുടെ എണ്ണവും മാറി മറിയുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ തിരുവനന്തപുരം ഉദാഹരണമായി എടുക്കാം. തിരുവനന്തപുരത്ത് 2019 സമാനമായ പോളിംഗ് ആണ് ഇന്ന് ദൃശ്യമായത്. പ്രത്യേകിച്ച് ഈ അന്ന് നിങ്ങളെ കൈവിട്ട ആ തീരമേഖല അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യതകൾ ഇല്ലാതാക്കിയ 2019-നേക്കാൾ 2014 സാധ്യതകൾ ഇല്ലാതാക്കിയ തീരമേഖല അത് വിധി എഴുതിയിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. ഉയർന്ന പോളിംഗ് ആയിരുന്നു തീരമേഖലയിൽ ഇത്തവണയും. ഒരു പ്രതീക്ഷയും നിങ്ങൾക്കില്ലാത്ത ഒരു മേഖലയാണല്ലോ. അപ്പോൾ ഇത് ഈ 2019 ആവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന വരുന്നു എന്നുള്ളതാണ് ഹരിയുടെ അവകാശവാദം. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. ന്യൂനപക്ഷങ്ങൾ കൈവിടുന്നു BJP എന്നാണ്. BJP ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയും BJP-യെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ? അങ്ങനെ അവർ ആശ്വസിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ UDF-ന് ഇത്തവണ അനുകൂലമല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ച് പ്രധാനമന്ത്രിയാകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് കേരള ജനത കൊടുത്തിരുന്നു. എന്നാൽ ഇത്തവണ ആ ഇമ്പോർട്ടൻസ് കേരള ജനത പോയിട്ട് കോൺഗ്രസ്സുകാർ പോലും കൊടുക്കുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമോ ഇന്ത്യ മുന്നണിയുടെയോ കോൺഗ്രസിന്റെയോ നേതൃത്വമോ ഒന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ കവച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന് ഇന്നത്തെ കേരള ജനത വിശ്വസിക്കുന്നില്ല. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. പക്ഷേ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഈ വോട്ടെടുപ്പിനൊക്കെ മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മെനയുന്ന ആ സമയത്താണല്ലോ ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു രഹസ്യബന്ധം, അതിനുള്ള ചരടുവലികൾ നടത്തിയത്. അത് തന്ത്രപരമായ സമീപനമായിരുന്നു. അതിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ അതിപ്പോൾ ഓരോ ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഈ രീതിയിൽ CPM-നെ സഹായിച്ചുകൊണ്ട് ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് സ്വന്തമാക്കുക, ആ തന്ത്രം ഫലവത്തായില്ല എന്നല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം വെളിപ്പെടുത്തലുകളിലൂടെ മനസ്സിലാവുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും പൂർണ്ണമാണ് എന്ന് കരുതേണ്ടതില്ല. കോൺഗ്രസിനകത്ത് നിന്നും CPM-നകത്ത് നിന്നും ധാരാളം നേതാക്കന്മാർ എങ്ങനെ BJP-യിൽ കയറാം എന്ന് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കൂടോടുകൂടി ഒന്നടങ്കം BJP-യിലേക്ക് വന്ന പാരമ്പര്യമാണ് CPM-നുള്ളത്, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും ഉള്ളത്. അപ്പൊ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇപ്പോഴത്തെ ശ്രമം എങ്ങനെയെങ്കിലും മുങ്ങുന്ന ഞങ്ങളുടെ കപ്പലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് BJP-യിലേക്ക് ചേക്കേറുക, അതിനുള്ള എല്ലാ വഴികളും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരള ജനതയുടെ മുമ്പിൽ അനാവൃതമായിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതൊക്കെ കേരള ജനത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു വിധിയെഴുത്ത് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ലല്ലോ. ചർച്ച നടന്നിട്ടുണ്ട്, കാരണം ശോഭ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്ല, ചർച്ചകൾ ഈ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും BJP-ക്ക് അകത്തേക്ക് കയറാനുള്ള ചർച്ചകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും പുറത്തറിയുന്നു, പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏക പ്രതീക്ഷ BJP-യാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ കാലഘട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് അധികാരമുള്ള പാർട്ടിയിലേക്ക് മാറുക എന്നുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ് CPM എന്ന വ്യത്യാസമില്ലാതെ എല്ലാ മുന്നണിയിലെയും എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. ശരി, എന്തായാലും ഈ ഒരു ചർച്ചയെക്കുറിച്ച് EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ നടത്തിയ ചർച്ച അതെന്തായാലും ജയരാജൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും അതിലില്ല എന്ന് ജയരാജൻ പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് ജയരാജൻ അക്കാര്യം പറയണമായിരുന്നോ എന്നുള്ളതാണ് CPM-നുള്ളിലും ചർച്ചയായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ജയരാജനെ ഒരു വേള തള്ളിപ്പറയേണ്ട ഒരു ആവശ്യം പോലും വന്നു ഇന്ന് വോട്ടെടുപ്പ് തുടങ്ങിയ ആ സമയത്ത്. ഇത് UDF ആയുധമാക്കുകയും ചെയ്തു. വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ EP ജയരാജനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം, എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളയാളാണ്. ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോഹ്യമോ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടതായിട്ട് വരും. പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത്. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അതാണ് എൻ്റെ മനസ്സിൽ. അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിഷമമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ GV ഹരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെ തള്ളിപ്പറയുക തന്നെയല്ലേ ഇതിൽ ചെയ്തിരിക്കുന്നത്? കാരണം മുഖ്യമന്ത്രിക്ക് അതല്ലാതെ മറ്റു വഴിയില്ല. ഒരു വിവാദം കൂടി ഇക്കാര്യത്തിലുണ്ട്. കാരണം EP ജയരാജൻ ജാവദേക്കറെ കണ്ടത് CPM-ഉം BJP-യും തമ്മിലുള്ള ബാന്ധവം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന്. അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വരും EP ജയരാജനെ. അത് നിങ്ങൾ ആയുധമാക്കുന്നതാണ് ഇത്. പക്ഷെ നടന്നിട്ടില്ല എന്ന് ജയരാജൻ പറയുന്നുണ്ട്. അല്ല, ഇതിനകത്ത് രണ്ടു ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ശ്രീ മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത്, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചുടുപിടിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ്, BJP-യുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചർച്ച നടന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
2 സീറ്റുകൾ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും അത്തരത്തിലൊരു ചർച്ചയൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ആ ചർച്ച മാത്രമല്ല, ഇവർ തമ്മിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ ആ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് EP ജയരാജൻ ഒരു സമയത്ത് ശ്രമിച്ചിട്ടുള്ളത്. അത് മഞ്ജുഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ചർച്ച വളരെ കാര്യമായി തന്നെ ഈ മേഖലയിൽ നടന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം EP ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ശ്രീ EP ജയരാജൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, EP BJPയിലേക്ക് പോകുവാനാണ് ശ്രമിച്ചതെങ്കിൽ അവിടെ മുഖ്യമന്ത്രി അറിയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അറിയാതെയുള്ള രഹസ്യ ചർച്ചയല്ലേ അവിടെ നടക്കുകയുള്ളൂ. ശോഭ പറയുന്നത് അതാണ്, EP BJPയിലേക്ക് പോകുവാനാണ് അവിടെ ചർച്ച നടത്തിയതെന്നാണ്. അപ്പോൾ നിങ്ങൾക്കും അതിന് ധാരണയില്ല എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും LDFന്റെ കൺവീനർ അടക്കം BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് ഈ കേരളത്തിലെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് സംവിധാനം നടന്നിട്ടുള്ളത്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP അതോടൊപ്പം CPM ബാന്ധവത്തിൻ്റെ തെളിവുകൾ ഇന്ന് പുറത്തു കിട്ടി. അത് ഇന്നത്തെ ഈ ദിവസത്തെ തന്നെ പുറത്ത് കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു നല്ല ശതമാനം വോട്ടിൻ്റെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ട്. 1. 2, മറ്റൊന്ന് ശ്രീ ജയസൂര്യൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ ഒരു സാഹചര്യമല്ല, കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇത്തവണത്തെ എന്നാണ്. കാരണം ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 400 സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയെടുത്ത് ഇന്ന് അതിനെക്കുറിച്ചുള്ള അവകാശവാദമില്ല. അതോടൊപ്പം ഈ 2ാം ഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വർഗീയമായിട്ടുള്ള വിഷം ചീറ്റലുകൾ അത് തെളിയിക്കുന്നത് ഈ 400 പോയിട്ട് ജയിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലേക്കുള്ളൊരു ചിന്ത BJPയെ ബാധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി, അങ്ങയുടെ അറിവിൽ കൂടി ഞാൻ പറയാണ്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. ഇതൊക്കെ പറയുന്നതിനേക്കാൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കാൻ സാധ്യതയുള്ള ഘടകം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലല്ലേ? ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഭിന്നിച്ചു പോകും വോട്ടുകൾ. അവിടെയാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ നിങ്ങളിലേക്ക് വരും. അത് ഈ CPMന്റെ ഈ BJP ബാന്ധവുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അറിയാമെന്നൊക്കെ. അവിടെ പക്ഷേ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും ആരോപണമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ BJPയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ പിണറായി വിരുദ്ധ വോട്ടുകൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വോട്ടുകൾ, അത് സമാഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ അത് മഞ്ജുഷ് നേരത്തെ ശ്രീ ജയസൂര്യനോട് സൂചിപ്പിച്ചല്ലോ. കേരളത്തിലെ സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചല്ലോ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി പോരെ എന്ന് ചോദിച്ചതിന് മഞ്ജുഷ് തന്നെ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. അതുതന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമാണ്. ഇവിടെ LDF UDF ആണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ LDF ആണ് ഇവിടെ ഭരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് LDF ആണ് പ്രതിപക്ഷത്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള മത്സരം കേരളത്തിലാണ് മഞ്ജുഷ ചോദിക്കുന്നതെങ്കിൽ കേരളത്തിലെ മത്സരം LDFും UDFും തന്നെയാണ്. അതിനകത്തൊരു സംശയം അക്കാര്യത്തിലല്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ താങ്കൾ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ ഗുണഫലം ആർക്ക് ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ബാന്ധവം പൊളിഞ്ഞിരിക്കുന്നു, ആ ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ LDFിൽ നിന്ന് ആളുകൾ പോയാൽ ഒരു കനൽ തരി ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ഞങ്ങൾക്ക് ലഭിക്കും ആലപ്പുഴയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അടക്കം നമുക്ക് പ്രതീക്ഷയാണത്. ഇത്തവണ 2020 എന്നുള്ള പ്രതീക്ഷ നിങ്ങൾ ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ്. ഇപ്പോൾ ഈ ജയരാജൻ വിഷയത്തിൽ മറ്റ് പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. VD സതീശൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല. അപ്പൊ ഇനി ഒരു ബലിയാട് വേണമല്ലോ. വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ? എന്നിട്ട് പറഞ്ഞാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല, സഹപ്രവർത്തകരൊന്നും കുറിച്ച് പറയുന്നില്ല. ഇപ്പോ EP ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോൾ ഉള്ള ബലിയാടാക്കി മാറ്റും വിധിക്കപ്പെട്ടവനായി. സത്യത്തിൽ ശ്രീ ജയസൂര്യൻ, ഇന്ന് ഈ വിഷയത്തിൽ ഇതുവരെ BJP പൂർണ്ണമായിട്ടും മനസ്സ് തുറന്നിട്ടില്ല. ഇപ്പോൾ ഒരുപാട് നേതാക്കൾ ഞങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ജയരാജനുമായിട്ടുണ്ടാക്കാനിരുന്ന ഡീൽ? ഇതേക്കുറിച്ച് ജാവ്ദേക്കർ പോലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ കണ്ടു എന്നല്ലാതെ ഇപ്പോൾ ശോഭ പറഞ്ഞു BJPയിലേക്ക് ക്ഷണിച്ചതാണ്, BJPയിലേക്ക് വരാൻ 90% ജയരാജൻ തയ്യാറായിരുന്നതാണ് എന്ന്. പക്ഷേ ഈ വോട്ടെടുപ്പ് ദിവസവും അതിലൊരു സസ്പെൻസ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണല്ലോ. ഒരു ഔദ്യോഗികമായിട്ട് എന്താണ് ആ ചർച്ച എന്ന് പറയാൻ നിങ്ങൾ മടിക്കുന്നത്? ഇങ്ങനൊരു CPM BJP ബാന്ധവമാണ്, അതിനുള്ള ശ്രമമാണ് ആ കൂടിക്കാഴ്ചയിൽ അരങ്ങേറിയത് എന്നതുകൊണ്ടാണോ?
തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് സംശയിക്കേണ്ടി വരും. ഏതായാലും ആ ചർച്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ പറയേണ്ട സമയത്ത് തുറന്നു തന്നെ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതേക്കുറിച്ച് അവരാണ് കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഇപ്പൊ നമുക്കത് ഊഹിച്ച് പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയാനും സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടി ഏത് മുന്നണി എന്ന വ്യത്യാസമില്ലാതെ നേതാക്കന്മാര് പലായനം ചെയ്യുകയാണ്. അതായത് കോൺഗ്രസിനെയും CPM-നെയും വിശ്വസിച്ചുകൊണ്ട് ഇനി അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും നേരത്തെ BJP-യിലേക്ക് എത്താനുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ വിശദാംശങ്ങൾ വഴിയെ പുറത്തു വരും. ഈ റിസൾട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഒഴുക്ക് തന്നെ BJP-യിലേക്ക് ഉണ്ടാകും. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയും ചെയ്യും. ശരി, ഞാൻ മറ്റു പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇപ്പോൾ MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ആ വിഭാഗത്തിലൊന്നും യാതൊരു കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടുണ്ട്. ആരായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും. അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും 26-ാം തീയതി വരെ ആയുസ്സുള്ളതുമായ കാര്യമാണ്. 26 പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെയാണല്ലോ, അതിൻ്റെ അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്ക് വരികയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ശരി, ഇക്കാര്യത്തിൽ EP ജയരാജനെ പൂർണ്ണമായിട്ട് തള്ളി പറയുന്നില്ല ശ്രീ MV ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ CPM-നെതിരെയുള്ള ഒരു ആരോപണം എന്നാണ്. ഇപ്പോൾ ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഇതേ രീതിയിൽ തന്നെയുള്ള കൂടിയാലോചന BJP നേതൃത്വവുമായിട്ട് താങ്കളും നടത്തിയതാണല്ലോ പാർട്ടിയിലേക്ക് പോകുന്നതിന് മുൻപ്. അപ്പോൾ ജയരാജൻ ശരിക്കും ഈ BJP-യിലേക്ക് പോകുവാനുള്ള ശ്രമമാണോ നടത്തിയത്, അതോ BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തിനുള്ള ശ്രമമാണോ നടത്തിയത്? താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? താങ്കളുടെ അറിവ് എങ്ങനെയാണ്? അല്ല, അത് ഓരോരുത്തരുടെ മാനസിക നിലയല്ലേ. ഞാൻ വളരെ ശക്തമായിട്ട് ആലോചിച്ച് എന്നെ ഈ പിണറായി വിജയൻ അടിച്ചൊരു ശല്യം തുടങ്ങിയപ്പോ എന്നെ ശല്യപ്പെടുത്തുമ്പോഴൊക്കെ എന്നെ സഹായിക്കാമെന്ന RS-കാരും BJP-ക്കാരുമാണ്. അതുകൊണ്ട് BJP-യോട് ചേരുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ പഠിച്ച മോദിയെപ്പോഴും പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ചേരുന്ന ഗുണകരമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ BJP ചേർന്നത്. ആ ചിന്ത EP ജയരാജൻ ഉണ്ടായ തെറ്റു പറയാൻ പറ്റും. EP ജയരാജൻ ഏറ്റവും ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ രണ്ടുപേരെയാണ് ഞാൻ ഒരു മനുഷ്യമുഖമുള്ള, ഒന്ന് EP ജയരാജനും ഒന്ന് കോടിയേരി ബാലകൃഷ്ണനും. കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. EP ജയരാജൻ എന്ന് പറഞ്ഞ ഒരു രോഗിയാണ്, വെടിയേറ്റവനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റവനാണ്. എന്നിട്ട് ശക്തമായി നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കാവോ? അദ്ദേഹം BJP-യിലേക്ക് വരുന്ന ഒരു സംശയം വേണ്ട, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അത് ആർക്കും വേണ്ടാത്ത ജയരാജൻ. അതായത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് മുമ്പ് ഈ ചാനൽ ചർച്ച പങ്കെടുക്കുന്നവർ പറഞ്ഞ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനിവിടെ ഈ പത്തനംതിട്ട അനിയനാന്റെ സ്ഥാനാർത്ഥി പ്രവർത്തകരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേട്ടില്ല. അല്ല, ഇക്കാര്യത്തിൽ ഒരു സംശയം കൂടി ഉണ്ടല്ലോ ശ്രീ PC ജോർജ്. ഇപ്പോൾ ഇതിൽ ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നയാൾ, താങ്കൾ നേരത്തെ ദല്ലാലിനെ പറ്റി സംസാരിച്ചിട്ടുള്ളയാളാണ്. ഈ ദല്ലാൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ജാവദേക്കറുമായിട്ട് EP ജയരാജൻ സംസാരിച്ചു, അത് ഈ ദല്ലാളിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അത് പക്ഷേ ഈ BJP-യും CPM-ഉം തമ്മിലുള്ള രഹസ്യബന്ധത്തിന് വേണ്ടി, ഈ വോട്ടെടുപ്പിലെ രഹസ്യബന്ധത്തിന് വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡീലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇവിടെ കേരളത്തിലെ വോട്ടർമാരെ ചതിക്കുന്നതിന് തുല്യമാണല്ലോ. അതുമാത്രമല്ല, കോൺഗ്രസിനെതിരെ CPM വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണമാണ് ഈ BJP-യുമായുള്ള രഹസ്യബന്ധം എന്നുള്ളത്. അപ്പോൾ CPM യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ EP പോയത്, BJP-യുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയായിരിക്കുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഈ ഓരോ വ്യക്തിയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടത്. ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഈ ദല്ലാൽ നന്ദകുമാർ എത്ര കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. അയാളുടെ സ്വഭാവം എനിക്കറിയാം. അയാളെ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആദ്യം നിങ്ങൾ പഠിക്കുക, അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. ബൈ ബർത്ത് ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ട് എല്ലാ പാർട്ടിയുടെയും ആൾക്കാരുടെ കൊടുത്ത് നടക്കും.
ഞാൻ എറണാകുളം സമ്മേളനം നടത്തി സമ്മേളനത്തിൽ പങ്കെടുത്ത് 4000 പേർക്ക് ഭക്ഷണം കൊടുത്ത ആളാ. അങ്ങനെ വ്യക്തിബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ആളായാള്. അതുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയാവണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇ.പി. ജയരാജനെ പോലൊരു നേതാവ് അങ്ങനെ ജാഥക്കറോട് സംസാരിച്ച്, ഞാൻ ജാഥക്കർ ചോദിച്ചിട്ട് സത്യം പറയാം, എനിക്കറിയില്ല, സംസാരിച്ചെങ്കിൽ ഒരു സംശയമില്ല പിണറായി വിജയന്റെ അനുവാദത്തോടെയാ. പിണറായി വിജയൻ അറിയാതെ നടക്കില്ല. പക്ഷെ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞോളുക, കേരളത്തിൽ BJP കോൺഗ്രസുമായിട്ടോ CPM-ആയിട്ടോ യാതൊരു ചർച്ചയും ബന്ധങ്ങളുമില്ല. വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങളാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ഇതിൽ ചർച്ച നടത്തിയത് ജയരാജൻ ജാവ്ദേക്കറുമായി സംസാരിച്ച കാര്യം സമ്മതിച്ചു. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിന്റെ ചുമതലയുള്ള ആളുമായിട്ട് BJP-യുടെ മുതിർന്ന നേതാവുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് വെറുതെ കുശലം പറച്ചിലായിരിക്കില്ലല്ലോ. അത് സംസാരിക്കാം. ഞാനപ്പോ എന്താണ് സംസാരിച്ചു വെച്ചാൽ കറക്റ്റ് നിങ്ങളോട് പറയാം. യൂസ് നമ്പർ ഞാൻ തന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നാളെ ആട്ടെ സംസാരിച്ച് കറക്റ്റ് കാര്യം പറയാം കേട്ടോ. ശരി, ഒരു കാര്യം കൂടി PC, എങ്ങനെയുണ്ടായിരുന്നു വോട്ടെടുപ്പ്? പത്തനംതിട്ടയിൽ എന്തെങ്കിലും സ്ഥാനാർത്ഥി എന്റെ അടുത്തോടെ ജയിച്ച MP അനിൽ ആന്റണി MPക്ക് യാത്രയിൽ കൊടുക്കാൻ പോവാണ്. എന്റെ വീട്ടിലുണ്ടായിരുന്ന 1 മണിക്കൂറായിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറി പത്തനംതിട്ടയ്ക്ക് പോകണം, നാളെ ഡൽഹിക്ക് പോകണം എന്നാണ് പറഞ്ഞത്. 100% താമര വിരിയാൻ പോവാണ് പത്തനംതിട്ട. അതിനൊരു തർക്കവും വേണ്ട, യാതൊരു തർക്കവും വേണ്ട. 100% ബോധ്യത്തോടെ ഞാൻ പറയും. ശരി ഹരി, ഇത് അല്ലാണ്ടിനെ കളിയാക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളെ ഇപ്പം നേരത്തെ മഞ്ജുഷ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ BJP-യുമാണ്, ഞങ്ങളാണ് B ടീം എന്നാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതേസമയം അവർ പറയുകയും പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി അവരെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുകയും ചെയ്യാമെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതും LDF-ൻ്റെ കൺവീനർ തന്നെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും നമുക്ക് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ കേരളത്തിലേക്ക് വർഗീയ ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് CPM തന്നെ BJP-യെ സഹായിക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പുറത്തു വന്നു. അതിനകത്ത് ചെയ്തില്ല എന്ന് പറയുന്നില്ല. നേരത്തെ മഞ്ജുഷ പറഞ്ഞല്ലോ, പ്രകാശ് ജാവദേക്കറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട BJP-യുടെ നേതാവിനെ അത് അറിയാമല്ലോ, അദ്ദേഹം ഇടപെട്ടിട്ടാണ് പല ആളുകളെയും BJP-യിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും BJP-യിലേക്ക് കോൺഗ്രസ്സുകാരായിരുന്നു കൂടുതലും. ആയിക്കോട്ടെ, അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയട്ടെ, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജയസൂര്യനെ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എല്ലാവരും BJP-യിലേക്ക് പോകുന്നതാണ്. BJP-യിലെ സിറ്റിംഗ് MP കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള കാര്യം ശ്രീ ജയസൂര്യൻ മറന്നിട്ടുണ്ട്. കർണാടകത്തിലടക്കമുള്ള സ്ഥലത്ത് അത് ഈ ഇലക്ഷൻ്റെ സമയത്ത് സീറ്റ് കിട്ടാത്തവരും സീറ്റ് കിട്ടുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമായിട്ട് പോകും. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല, ഇലക്ഷൻ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പക്ഷേ ഇവിടെ ഒരു കേഡർ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM, ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന CPM, ഇതിനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന CPM BJP-യുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു, അത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എന്ന് E.P. ജയരാജൻ പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇത് ബാന്ധവമാണെന്ന്. അത് ശരിയെ വെക്കുന്ന തരത്തിലാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ഗതികേട് കൊണ്ട് അതിൻ്റെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ തെളിവുകൾ, ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് സമ്മതിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, PC ജോർജ് പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം, ഇത്തരത്തിൽ ഇതുപോലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം E.P. ജയരാജൻ തീരുമാനമെടുക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ചെയ്യില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതുതന്നെയാണ് PC അത് ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇത് BJP-യുടെ പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ PC ജോർജ് അത് പറയുമ്പോൾ നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമാണ്. ചെറിയ കാര്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാതെ E.P. ജയരാജൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് കേരളത്തിലെ CPM വന്ന് പെട്ടിരിക്കുന്നത്? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുള്ളത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ അതിൻ്റെ ഒരു കൺസോളിഡേഷൻ കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് 2020 എന്ന് ഞങ്ങൾ. പക്ഷേ അവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ, മുസ്ലിം മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ നിങ്ങൾ സമാഹരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. അതാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. പക്ഷേ അവിടെ ജയസൂര്യൻ പറയും ഈ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു പങ്ക് വോട്ടുകൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന്. പക്ഷേ ഇന്നത്തെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഈ ചർച്ച ഈ വോട്ടെടുപ്പ് ദിവസമായപ്പോഴേക്കും BJP-ക്ക് അനുകൂലമായി വന്നില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് തൃശ്ശൂരിൽ അതായത് അത്ഭുതങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്.
അങ്ങനെയല്ല. ക്രൈസ്തവ സഭാ നേതൃത്വം എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള കുറെ ആൾക്കാരുടെ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ മാത്രമാണ്. അതല്ല എങ്കിൽ പ്രതികരണങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ക്രൈസ്തവ സമൂഹം ഇന്ന് ഇന്ത്യയിലെമ്പാടും ഒപ്പം തന്നെ കേരളത്തിലും BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുകയാണ്. ക്രൈസ്തവർക്ക് വളരെ മുൻതൂക്കമുള്ള ഗോവ 3 തവണയായിട്ട് ജയസൂര്യൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം CPMന്റെ നേതാക്കളെ ഈ തിരക്ക് കാരണം ചർച്ചയിലേക്ക് വന്നില്ല അവർ. കാരണം പലയിടങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ചില ബൂത്തുകളിലെങ്കിലും ഇപ്പോഴും ക്യൂ ഉണ്ട്. കാരണം 6 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സമയം വേണമല്ലോ. ഞാൻ അപ്പോൾ പ്രതീക്ഷിച്ച ആളുകൾ വന്നില്ല. ഇപ്പോൾ ശ്രീ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, എന്ത് പ്രതീക്ഷിക്കണം ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഈ സമയത്ത്? താങ്കളുടെ ആദ്യ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടുന്ന ഒരു വിധിയെഴുത്താണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ ഒരു അല്പം പോളിംഗ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു പ്രതികരണം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിന് ബദലായ ഒരു വെല്ലുവിളിയും മറുഭാഗത്ത് മതനിരപേക്ഷ കേരളം ഉയർത്തിയിരുന്നു. 2019 എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയതോടുകൂടി മോദിക്കെതിരായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ സംസ്ഥാനം എന്നൊരു വികാരം കേരളത്തിലുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. BJP ഒരു സീറ്റിൽ പോലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ മത്സരിക്കുന്ന 2 മുന്നണികളിൽ UDFന്റെ വോട്ടർമാരിൽ കടുത്ത നിസ്സംഗത പ്രകടമായി. UDFൽ വിശ്വസിച്ചിരുന്ന ഒരു ഭാഗം ആളുകൾ UDF വിട്ടു. UDFൽ വിശ്വാസം നിലനിർത്തുന്നവർ പോലും ബൂത്തിലെത്തി UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അല്ല, അതെന്ത് കാരണം? 2019 നിന്ന് വ്യത്യസ്തമായി എന്ത് കാരണമാണ് ശ്രീ അനിൽകുമാർ അങ്ങനെ സംഭവിച്ചത്? ഇവിടെ പങ്കെടുക്കുന്ന GV ഹരി അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിരുന്നു, അത് പ്രത്യേകിച്ച് തീരമേഖലകളിൽ പ്രകടമായിരുന്നു എന്നാണ്. അതിൽ നിന്ന് വ്യത്യാസമായി എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. പത്തനംതിട്ട മണ്ഡലത്തിലെ പോളിംഗ് കുറഞ്ഞ നീണ്ടനായ പറയാനുള്ളത്. കേരളത്തിലാകമാനം ഏതാണ്ട് 8% പോളിംഗ് കുറയുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ 10-14 ലക്ഷത്തോളം വോട്ടുകൾ പെട്ടിയിലില്ല. അത് LDFനെതിരായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞ UDF അനുകൂലമായിട്ട് തരംഗം ഇന്ന് പ്രത്യക്ഷമല്ല. UDF കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് മണ്ഡലം എടുത്ത് നോക്കിയാൽ തിരിച്ചറിയാനാവും. ഞാൻ കോട്ടയത്താണുള്ളത്. കോട്ടയം മണ്ഡലത്തിലെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ ഇവിടെ കുറവുണ്ട്. ഈ കുറവെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിക്കുന്നത് UDFന്റെ വോട്ടർമാർ ഉത്സാഹത്തോടു കൂടി UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറാകില്ല. അവർ തിരിച്ചറിയുന്നു പുതിയ കാലം. അല്ല, അതെന്താണ് ഈ പുതിയ കാലം? UDFന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, കേന്ദ്രത്തിലേക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് LDFന് വോട്ട് ചെയ്താൽ മതിയെന്നായിരിക്കുമല്ലോ. അതായത് അതനുസരിച്ച് LDFിലേക്ക് കൂടുതൽ വിഭാഗങ്ങൾ വന്നു. ഇനിയും വരാത്ത UDF വോട്ടർമാരുണ്ടാവാം. അവര് ഈ തെരഞ്ഞെടുപ്പിന് കടന്നു വരാൻ തയ്യാറായില്ല. ഒരു കാര്യം ഞങ്ങളിവിടെ ചർച്ച ചെയ്തിരുന്നു. GV ഹരി, കോൺഗ്രസിന്റെ വക്താവ്, അതിനെക്കുറിച്ച് ഉച്ചത്തിൽ പറയുകയും ചെയ്തു. ഇന്ന് EP ജയരാജൻ പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ BJPയുടെ പ്രഭാരിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യം, ഇത് വലിയൊരു വിവാദമായി വന്നിട്ടുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇന്ന് കോൺഗ്രസ് നാളെ BJP എന്നുള്ള നിങ്ങളുടെ മുദ്രാവാക്യം, അതിനെതിരെയുള്ള ഒരു സെൽഫ് ഗോളായി മാറിയില്ലേ EP-യുടെ ഈ തുറന്നു പറച്ചിൽ? EP BJPയുമായി സംസാരിച്ചു എന്ന കാര്യം ഉറപ്പാണല്ലോ. ഇല്ല, പ്രകാരം ഒരു രാഷ്ട്രീയമായ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടായില്ല. മാത്രമല്ല CPM അതിന് അക്കാര്യത്തിൽ പാർട്ടിയെ അറിയിച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ടും EP ജയരാജൻ പറഞ്ഞില്ല. അദ്ദേഹം മകന്റെ ഫ്ലാറ്റിലുള്ളപ്പോൾ യാദൃശ്ചികമായി അദ്ദേഹത്തെ കാണാൻ ചെന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. എത്ര ലഘുവായിട്ടാണ് താങ്കൾ ആ വിഷയത്തെ കാണുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം അല്ലല്ല, എല്ലാവരോടും പറഞ്ഞതിന് ശേഷമാണോ രഹസ്യ ചർച്ച നടത്തുന്നത്? അല്ല, ചർച്ച നടത്താത്ത കൂടുതൽ രാഷ്ട്രീയമായ ഒരു അജണ്ടയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. CPM അതിന്റെ ഭാഗമല്ല. അദ്ദേഹം മകന്റെ ഫ്ലാറ്റിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെ ചെന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരു രാഷ്ട്രീയമായ ചർച്ചയാണ് നടത്തുന്നതെങ്കിൽ CPMനെ സംബന്ധിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് EP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അല്ല, ഇ പി വ്യക്തമാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഇ പിയെ തള്ളി പറയേണ്ടി വന്നു, ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന്. ജാഗ്രതക്കുറവ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. ഇത് പാർട്ടിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ തെരഞ്ഞെടുപ്പിൽ. എവിടേക്കും കെട്ടിക്കയറാൻ നടക്കുന്ന കുറെ ആളുകൾ ഹിമഗതുക്കളെ പോലെ BJP നേതാക്കന്മാർ വരും. അവരോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ പെട്ടെന്ന് ചാടിക്കയറി വന്ന് ഒന്ന് കണ്ടിട്ട് പോകട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ വേണ്ടതില്ല എന്ന് വിലക്കിയിട്ടുണ്ടാവില്ല. ആ വിലക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, അതിന് മുകളിലേക്കും ചർച്ച പോയിട്ടുണ്ട് എന്ന രീതിയിലാണ്. ഇനി വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ മാറ്റി പറയരുത് ശ്രീ അനിൽകുമാർ. ശ്രീ ജി വി ഹരി, അനിൽകുമാർ ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ്. രാഷ്ട്രീയമായ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല. രണ്ട്, രാഷ്ട്രീയമായ സംഭാഷണം ഉണ്ടാകാൻ CPM-നും BJP-ക്കും പൊതുവായ ഒരു വിഷയങ്ങളും അവശേഷിക്കുന്നില്ല. ജാവദേക്കറുടെയോ അമിത്ഷയുടെയോ നരേന്ദ്രമോദിയുടെയോ ഒരു സൗജന്യം CPM-ന് വേണ്ട. അല്ല, അനിൽകുമാറിനെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടായിരിക്കും, പക്ഷേ ആവശ്യമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ സുധാകരനെതിരെയും നിങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. സുധാകരൻ പോയി ചർച്ച നടത്തി BJP-യിലേക്ക് ചേരാൻ പോകുന്നു എന്നതിന്റെ തെളിവെന്താണ്? അതും ഇങ്ങനെയുള്ള ഈ ഊഹാപോഹങ്ങളും ഈ ഓരോ നേതാക്കളുടെ പറച്ചിലും മാത്രമല്ലേ ഉള്ളൂ? അല്ലല്ല, ബഹുമാനപ്പെട്ട K. സുധാകരൻ വെളിപ്പെടുത്തിയ എന്താണ്? കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. മുമ്പ് LDF UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ BJP കൂടി ഓൾട്ടർനേറ്റീവ് ആണ്. അത് അദ്ദേഹം വർക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പറഞ്ഞത്. APC പ്രസിഡന്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം BJP-യിൽ ചേരുമായിരുന്നു എന്ന വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന പ്രസ്താവനയാണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മത്സരം BJP-യും LDF-ഉം തമ്മിലാണ്. BJP-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കരാണ് എന്ന് EP പറഞ്ഞതോ? അതിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ സുധാകരന് ഒരു ഇളവ് നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ EP-ക്കും ഇളവ് നൽകാൻ കഴിയുകയില്ല. അതല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയമായ ചോദ്യത്തിൽ ഉത്തരമല്ല. ചില മണ്ഡലങ്ങളിൽ BJP മത്സരം സംഘടിപ്പിക്കും എന്നുള്ള വസ്തുതയല്ലേ. പക്ഷെ അത് രണ്ടാം സ്ഥാനത്ത് പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കലാണ് ഇടതുപക്ഷ നേതൃത്വം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ ജാഗ്രതയോടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഈ BJP-യുടെ നിഴലിനെ പോലും ഭയക്കണം എന്ന നിലപാടുള്ള CPM, അതും അതിന്റെ മുതിർന്ന നേതാവായ LDF കൺവീനറായ EP ജയരാജൻ BJP-യുമായിട്ട് രഹസ്യ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രീ അനിൽകുമാർ എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും വെറുതെ കയറിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ്, ഊണ് കഴിക്കാൻ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയുകയില്ല. മഞ്ജുഷ്, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ശ്രീ K. സുധാകരൻ പറഞ്ഞത് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്ന തലത്തിലാണ്. അങ്ങനെയല്ല. നമ്മളത് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പം പണ്ടൊക്കെ BJP LDF-ഉം അതോടൊപ്പം UDF-ഉം മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇപ്പോഴങ്ങനെയല്ല, BJP കൂടി വളർന്നു വരുന്നുണ്ട് എന്നൊരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ പലരും, അതായത് നേതാക്കന്മാരല്ല, ജാവദേക്കറിനെ പോലെ അമിത്ഷയെ പോലുള്ള നേതാക്കന്മാരല്ല, പല ദൂതന്മാരും വന്ന് കണ്ടിട്ടുണ്ട്. തുറന്നു പറഞ്ഞാണ് അദ്ദേഹം. തുറന്നില്ല. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വിഷനുണ്ട്, എനിക്ക് ഒരു മിഷനുണ്ട്, എനിക്ക് ചില ആശയങ്ങളുണ്ട്, അത് BJP-യുമായി ചേർന്ന് പോകുന്നുണ്ടില്ല. അതുകൊണ്ട് രണ്ടാം തവണ അവർ കടന്നു വരുന്നതിന്, അതുള്ള ദൂതന്മാർ വരുന്നതിന് വളരെ ശക്തമായി അവർക്ക് അതിനുള്ള നിർദ്ദേശം, കടന്ന് ഇങ്ങോട്ടേക്ക് വരരുത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സുധാകരൻ പറഞ്ഞു. അദ്ദേഹം തുറന്നു തന്നെയാണ് ചാനലിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതുപോലല്ല. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇത് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, ആരൊക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ LDF-ൻ്റെ കൺവീനറും അതോടൊപ്പം BJP-യുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഈ ഓപ്പറേഷൻ താമര പോലുള്ള കാര്യത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന പ്രകാശ് ജാവദേക്കറിനെ പോലെ രണ്ടുപേർ തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒപ്പം ആ ദല്ലാളും വിവരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കേരളത്തിലെ ഏറ്റവും BJP-യുടെ സമുന്നതയായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രൻ ആ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ അവർക്ക് 2 സീറ്റുകൾ എന്ന BJP അവരോട് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം 2 സീറ്റുകളാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് 2 സീറ്റുകൾ, അതൊന്ന് തിരുവനന്തപുരത്തും അതോടൊപ്പം ഒന്ന് തൃശ്ശൂരുമാണ്. തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് LDF-ൻ്റെ കൺവീനർ പറയുകയാണ്. നിങ്ങൾ ഓർത്തോണം, LDF-ൻ്റെ കൺവീനർ പറയുകയാണ്, വേറെ സാധാരണക്കാരനല്ല. അനിൽകുമാറിനെ പോലൊരു നേതാവല്ല പറയുന്നത്. LDF-ൻ്റെ കൺവീനർ പറയുകയാണ്, അവിടെ സാധ്യത BJP-ക്കാണ്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം പറയേണ്ടതിൻ്റെ കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഈ കാര്യത്തിൽ എന്ത് ആത്മാർത്ഥത? എന്നിട്ട് പറയുന്നു കോൺഗ്രസ്സുകാർ മുഴുവൻ BJP-ക്കാരാണ്, എല്ലാവരും BJP-ക്കാരാണ്, BJP-യുടെ B ടീമാണ്.
എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ UDF-ഉം അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ പറഞ്ഞത് ഇവിടെ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. LDF-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ ബാന്ധവമുണ്ട്. ആ രഹസ്യ ബാന്ധവം ഇന്ന് ശരി, അനിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പല മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് LDF-ന് അനുകൂലം എന്ന രീതിയിലാണ് അനിൽകുമാർ സംസാരിച്ചത്. അവിടെ കോട്ടയം അദ്ദേഹം ഉദാഹരണമായിട്ട് എടുക്കുന്നു, പത്തനംതിട്ട അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നു. അവസാന വിവരം വന്നില്ലെങ്കിലും ഈ CPM-ന് ഒരു മെഷീനറി ഉണ്ടല്ലോ, അത് കോൺഗ്രസിനേക്കാൾ ശക്തമാണ് ഈ വോട്ടുകൾ കൃത്യമായിട്ട് എവിടെയൊക്കെ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്. അതാണ് അനിൽകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 2019-ൽ UDF-ന് അനുകൂലമായി വന്ന ആ ജനവികാരം ഇല്ല എന്നാണ് LDF സ്ഥാപിക്കുന്നത്. ഹരി, ഇല്ല, ഇതിനകത്ത് അത് തെറ്റായൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ തവണത്തെ 2019 ചർച്ചകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പണ്ട് നമ്മൾ പറയുമായിരുന്നു, പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് UDF-ന് അനുകൂലമാണ്, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDF-ന്. അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2019-ലും ശ്രീ അനിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ശ്രീ അനിലിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? ആലപ്പുഴ ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് അവിടെ UDF-ന്റെ നേതാക്കന്മാർക്ക് വിജയിച്ചു വരാൻ സാധിച്ചു. ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സിറ്റിംഗ് MP-മാരാണ്. ആ സിറ്റിംഗ് MP-മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ ഉണ്ടായിരുന്നത് നമുക്കറിയാം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ശ്രീ KC വന്നതോടുകൂടി, KC വേണുഗോപാൽ വന്നതോടുകൂടി പിന്നെ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് തന്നെ പ്രസക്തി ഇല്ലാതാകുന്ന സാഹചര്യമാണ് മഞ്ജുഷ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കണക്കിനോട് ഇപ്പം ഇത് കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് മൊത്തം ആദ്യ ഘട്ടത്തിലെ പോളിംഗ് 65% സംതിങ് ആണ്, 65.2% മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 69.64% ഇപ്പോൾ ഉള്ളത്. നാളെ അത് ഒരു 70-71% പോയാൽ പോലും അത് അത്ര വലിയൊരു കുറവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇതൊരു ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവികമായിട്ടും ചില മേഖലകളിൽ ശ്രീനിൽ പറഞ്ഞതുപോലെ ചില മേഖലകളിൽ കോട്ടയമോ അല്ലെങ്കിൽ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറവ് വന്നു. അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ നാളെ അവിടെ LDF വിജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു കണക്കിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ അവരെടുക്കുന്ന കണക്കുകൾ പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പല കണക്കുകളും അട്ടിമറിക്കുന്ന തരത്തിൽ സർവേകൾ റിപ്പോർട്ട് ഒക്കെ അട്ടിമറിപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലാണ് നമുക്കിപ്പോൾ പലതും ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു കണക്ക് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ട്രെൻഡുകൾ വെച്ച് നമ്മൾ പറയുകയാണ് 2020 നിങ്ങളൊക്കെ നിങ്ങളുടെ ജനസഭ അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും മഞ്ജുഷ് അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ടല്ലോ, അവിടെയുള്ള ട്രെൻഡുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ദിവസത്തിന് മുമ്പുള്ള ട്രെൻഡുകൾ പരിശോധിച്ചാൽ പോലും അത് UDF-ന് അനുകൂലമാണ്. പക്ഷേ ഇന്നത്തെ ഈ ബാന്ധവം കൂടി പുറത്തു വന്നതോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അത് ഞാൻ നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ച ഈ മുസ്ലിം വിഭാഗം മാത്രമല്ല കേട്ടോ, അത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിൽ, ഇസ്ലാം വിഭാഗത്തിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ എല്ലാം ഒരു കൺസോളിഡേഷൻ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഘടകം നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബാന്ധവം പുറത്തു വന്ന ഈ ദിവസത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിൻ്റെ ഒരു ഗുണഫലം UDF. ശ്രീ ജയസൂര്യൻ, ആ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്ന് പുറത്തു വന്നത് UDF-ന് വളരെയധികം സഹായം ആയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംശയം കൂടിയുണ്ട്. ഇതിന് പിന്നിൽ ഈ ദല്ലാളിനെ പെട്ടെന്ന് അവതരിപ്പിച്ചതിലാണല്ലോ ഈ സംശയം നീളുന്നത് ആരാണെന്ന്. കാരണം BJP ഇത് തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല ജയസൂര്യൻ, ഇങ്ങനെ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുവാൻ BJP നേതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല. അതിനുദാഹരണമാണ് ശോഭയാദ്യം സൂചനയെ നൽകിയുള്ളൂ, പക്ഷേ പിന്നീട് സുധാകരനാണ് ഈ വിവരം പുറത്തു പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന് ഒരു താല്പര്യമാണെന്ന് അവിടെ സംശയിക്കാം. പിന്നീടാണ് ശോഭ പേര് പറയാൻ താല്പര്യപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഈ ജാവദേക്കർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പോലും ഇപ്പോഴും പറയുന്നില്ല ഇതെന്ത് ചർച്ചയാണ് നടന്നത്. അദ്ദേഹം പറയുന്നത് ജയരാജനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നാണ്. അപ്പോൾ ഇത് വോട്ടെടുപ്പിൽ നിങ്ങളെയും ബാധിക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹരി പറയുന്നത് പോലെ തൃശ്ശൂരിൽ UDF-ന് അനുകൂലമായി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇതിന്റെ വസ്തുതയെ കാണേണ്ടത് അങ്ങനെയല്ല. ഇപ്പോൾ വോട്ടെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിരാശ, അതായത് ഒരു മന്ദഗതി, അതല്ലെങ്കിൽ നേരിയ തോതിലെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. എങ്കിലും ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറയുന്നു എന്നൊരു ലക്ഷണമാണ് കാണിക്കുന്നത്. കൃത്യമായ കണക്ക് പുറത്തു വരുന്നത് വരെ നമുക്കത് വ്യക്തമായി പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ലക്ഷണം അങ്ങനെയാണ് എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രണ്ട് മുന്നണികളെ സംബന്ധിച്ചുള്ള വിശ്വാസം കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് LDF-ഉം UDF-ഉം പരസ്പര വിരുദ്ധമായി നിന്നുകൊണ്ട് പതിറ്റാണ്ടുകൾ, ഏതാണ്ട് 60 വർഷക്കാലമായിട്ട് നിന്ന രണ്ട് ചേരികൾ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഇവർ ഒരു ചേരിയാണ്, ഒരു മുന്നണിയാണ് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ ബോധ്യമായി. അതായത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തെത്തുമ്പോൾ
ഒരേ പോസ്റ്റർ, ഒരേ വേദി, ഒരേ നേതാക്കള് കേരളത്തിനകത്തേക്ക് വരുമ്പോൾ അല്ല ഞങ്ങൾ രണ്ടാണ് കേട്ടോ എന്നുള്ള അഭിനയവും കൂടി വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കകത്തുള്ള അവരുടെ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളവർക്ക് നിരാശ തോന്നും. എന്തിനാണ് ഈ ഒരു ഇലക്ഷനിൽ പോയിട്ട് വെറുതെ കഷ്ടപ്പെടുന്നത്? കാരണം ഇതൊരു വെറും നാടകമല്ലേ. അത് തീർച്ചയായിട്ടും കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ടാവാം. അത് തീർച്ചയായിട്ടും BJP-യുടേതാണ്, അല്ലെങ്കിൽ BJP ആണ് ഇതിനകത്തെ കാരണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ രഹസ്യബാന്ധവം എന്ന് പറഞ്ഞല്ലോ, BJP-ക്ക് രഹസ്യബാന്ധവത്തിന്റെ ആവശ്യമില്ല. BJP ഇന്ത്യ മൊത്തം എല്ലായിടത്തും ബാന്ധവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെയാണ്. അപ്പൊ പരസ്യമായി BJP-യിലേക്ക് കടന്നു വരാൻ പാർട്ടികളുണ്ട്, നേതാക്കന്മാരുണ്ട്, അതിനനുകൂലമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് രഹസ്യബാന്ധവത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ജയരാജൻ മിഷൻ പരാജയപ്പെട്ടുവല്ലോ. ജയരാജൻ മിഷൻ പരാജയപ്പെട്ടുവല്ലോ. ഏതാ ജയരാജന്റെ? ജയരാജൻ മിഷൻ ജയരാജനാണ് ആയിരുന്നുവല്ലോ. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണല്ലോ പയറ്റിയത്, കൂടിക്കാഴ്ചകൾ നടത്തിയത്. പക്ഷെ അത് പരാജയപ്പെട്ടു. അങ്ങനെയല്ല, ഇത് ജയരാജൻ മിഷൻ എന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നും ഇതിനകത്തില്ല. ജയരാജന്മാര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഓർക്കണം, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പാർട്ടി അപ്പാടെ ഒഴുകി വന്ന് BJP ചേരുകയായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. അല്ല, അത് പാർട്ടിക്ക് ബേസ് പോയത് കൊണ്ടല്ലേ? അത് പാർട്ടിക്ക് ബേസ് പോയത് കൊണ്ടാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അല്ല, ഇവിടുത്തെ ബേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ബേസ് പോയോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ മഞ്ജുഷിനോ ഹരിക്കോ എനിക്കോ പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് അറിയാവുന്നത് EP ജയരാജൻ അടക്കമുള്ള അതിനകത്ത് നിൽക്കുന്നവർക്കാണ്. അവർക്കത് മനസ്സിലാകും. ഞങ്ങളുടെ കേഡർ സംവിധാനവും ഞങ്ങളുടെ കെട്ടുറപ്പും ഞങ്ങളുടെ വിശ്വാസ്യതയും പ്രതിബദ്ധതയും ഒക്കെ നശിച്ചിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും ഈ കപ്പൽ മുങ്ങും. അതുകൊണ്ട് മുങ്ങുന്നതിന് മുമ്പ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലോ എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു മനോഭാവത്തിലേക്ക് ഇന്ന് കേരളത്തിലെ CPM നേതാക്കന്മാർ വന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കോൺഗ്രസിലുള്ളവർ നേരത്തെ തന്നെ മനസ്സിലാക്കി. പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ചേക്കേറി തുടങ്ങി. ഇപ്പോ CPM അല്പം വൈകിയെന്നേ ഉള്ളൂ. എങ്കിൽ ഇനി താമസിക്കരുത്, ലാസ്റ്റ് ബസ് പോകുന്നതിന് മുമ്പ് ചാടിക്കയറണം എന്നുള്ള ഒരു വാശി CPM-നകത്ത് ധാരാളം. അല്ല, അങ്ങനെയാണെങ്കിൽ ഹരി, ഇത് ഏത് രീതിയിലാണ് LDF-നെ ബാധിക്കുന്നത് അതേ രീതിയിൽ തന്നെ UDF-നെയും ബാധിക്കും. കാരണം കോൺഗ്രസ് ആയിരുന്നു ആദ്യം ഈ ആരോപണം നേരിട്ടുകൊണ്ടിരുന്നത്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത്. അപ്പോൾ ഈ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർക്ക് പിന്നെ ഈ ഒരു ജയരാജൻ വിഷയം വന്നുവെന്ന് വെച്ച് അത് മാറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വരികയില്ല. അത് മാത്രമല്ല, അതൊരു അവസാന മണിക്കൂറിൽ വന്ന ഒരു വിവാദമാണ്. മഞ്ജുഷ് പറഞ്ഞ ആ മിഷൻ ജയരാജൻ എന്ന് പറയുന്ന ആ തലക്കെട്ടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത് മിഷൻ ജയരാജൻ അല്ല, മിഷൻ തൃശ്ശൂർ, മിഷൻ ട്രിവാൻഡ്രമാണ്. മിഷൻ തൃശ്ശൂരും മിഷൻ ട്രിവാൻഡ്രവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സീറ്റ്, മിഷൻ 2 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം 2 സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ശ്രീ ജയസൂര്യൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അതിനകത്ത് ഒളിയും മറയൊന്നുമില്ല, ഞങ്ങൾക്കത് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. അവരത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം സ്വർണ്ണം സംഭവിച്ചൊരു സന്തോഷം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതിനെ മിഷൻ ജയരാജനായിട്ട് ചുരുക്കുമ്പോഴുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന CPM-ഉം BJP-യും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഷൻ. അതുതന്നെയാണ് ഇന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ പെടുത്തണമല്ലോ, ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് വിധിക്കപ്പെടണമല്ലോ, ഇന്നയാളാണ് ഇതിൻ്റെ കാരണക്കാരൻ, ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇന്നയാളാണ് എന്ന് വരുത്തി തീർത്തിട്ട് യഥാർത്ഥത്തിലുള്ള ഈ ബാന്ധവത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ, അത് പുറമേ അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ശ്രീ GP ജയരാജനെ മുന്നോട്ട് നിർത്തിക്കൊണ്ടുള്ള ഈ കളി. അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആ വാക്ക് കേൾക്കാൻ അറിയാം, പാപി ശിവനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പാപിയാക്കി CPM-നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്രയോ കാലം ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. ഇപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, ബാക്കി ഇങ്ങോട്ടുള്ള പല കേസുകൾ നമ്മൾ എടുത്തു നോക്കുക. അപ്പോൾ CPM വീണിരിക്കുന്ന ആ കുഴിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ BJP-ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും CPM-നെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള വലിയ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് 2 സീറ്റ് എന്ന് പറയുന്ന ആ ഒരു കോംപ്രമൈസിലേക്ക് അവരെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് LDF-ന്റെ കൺവീനർ പറഞ്ഞത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണ്, ചന്ദ്രശേഖർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്, ഞങ്ങൾ BJP-യാണ് 2ാം സ്ഥാനത്ത് പലയിടത്തും വരിക എന്നുള്ളത്. അതിപ്പോൾ ശ്രീ ജയസൂര്യൻ പറഞ്ഞല്ലോ, അത് അവർ ഒളിച്ചു വെക്കുന്നില്ല, അത് തുറന്ന് സമ്മതിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ മിഷൻ ജയരാജനായിട്ട് ഇതിനെ മഞ്ജുഷ് ഒതുക്കിക്കളയരുത്. കാരണം ഇത് മിഷൻ ജയരാജനല്ല, മിഷൻ 2, മിഷൻ BJP 2 എന്ന് പറയുന്ന തലക്കെട്ടിലേക്ക് വേണം. കെ സുധാകരൻ തന്നെ പറഞ്ഞുവല്ലോ ഇത് മിഷൻ സുധാകരനാണെന്ന്, അല്ല മിഷൻ EP ജയരാജനാണെന്ന്. കെ സുധാകരൻ പറഞ്ഞതാണ് മിഷൻ ജയരാജനാണ്. മിഷൻ ജയരാജൻ എന്ന് പറയുന്നത് ജയരാജൻ BJP-യിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചതാണ്, അങ്ങനെയാണ് ഈ ചർച്ച നടന്നതെന്ന് പറഞ്ഞത് കെ സുധാകരനാണ്.
അത് കഴിഞ്ഞാണല്ലോ ഈ പറയുന്ന ഈ ദല്ലാള് വന്നിട്ട് അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ നടന്നത്, ഈ രീതിയിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞത് അതാണ്. ഈ ജയരാജനെ കൊണ്ടുപോകുവാനുള്ള, അല്ലെങ്കിൽ ജയരാജന് BJP-യിലേക്ക് പോകുവാനുള്ള ഒരു ചർച്ചയായിരുന്നു. അങ്ങനെ ഒരു ധാരണയാണ് പുറത്തു കൊടുത്തിരുന്നത്. പിന്നെയാണല്ലോ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്, പിന്നെയാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, പിന്നെയാണല്ലോ ഇങ്ങനെയുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ധരിച്ചത് ഇദ്ദേഹത്തിന് അവിടേക്ക് പോകുക എന്നുള്ള ധാരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ആ ധാരണയല്ല, ഇതായിരുന്നു അതിന്റെ പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അക്കാര്യത്തിൽ വ്യക്തതയില്ല. നിങ്ങളിത് ഒറ്റ ഈ CPM നേതാക്കൾ പറയുന്നത് പോലെ ഒറ്റ ദിവസത്തെ ആയുസിന് വേണ്ടി, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഈ സമയത്തല്ലേ വേണ്ടി? അല്ലല്ല, അതിപ്പോ ഇന്നിപ്പോ ഞങ്ങളാണ് പറഞ്ഞത്, ഞങ്ങളല്ലല്ലോ, EP ജയരാജനല്ലേ പറഞ്ഞത്. ചർച്ച നടന്നു എന്ന് പറഞ്ഞാരാ? ചർച്ച നടന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു നമ്മൾ ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാരാ? EP ജയരാജൻ തന്നെയല്ലേ, ഞങ്ങളല്ലല്ലോ ഇന്ന് രാവിലെ ഇത് വിളിച്ചത്. അത് രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല നമുക്ക് നോക്കൂ, ഇതിനകത്ത് പിന്നെ എന്തിനാണ് സൊറ പറയാനാണോ? രണ്ട് നേതാക്കന്മാർ കാണുന്നത് LDF-ന്റെ ചായ കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കശുവണ്ടി തിന്നാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നും കാണരുത്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കണ്ടത് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ കാണണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ സൊറ പറയാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ഒന്നും മാത്രമല്ല, കേരളത്തിൽ 2 സീറ്റ് BJP-ക്ക് എങ്ങനെ ശരിയായി കൊടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. അത് ഉണ്ടായില്ലെങ്കിലുള്ള അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനാണ് അവർ തമ്മിൽ കണ്ടതുള്ളത്. അതിപ്പോൾ മാത്രമല്ല മഞ്ജുഷ നമ്മൾ പറയുന്നത്, ഞങ്ങൾ ഈ ബാന്ധവത്തെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ CPM വന്നിട്ട് പറയുന്ന കാര്യം, ഞങ്ങളുടെ മുഴുവൻ ആളുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ B ടീമാണെന്ന് പറഞ്ഞു. ഇന്ന് രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു ആരാണ് BJP-ക്കൊപ്പം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുതന്നെയാണ് തീരദേശ മേഖലകളിൽ നമ്മൾ കാണുന്ന ഇത്രയും വലിയ പല സ്ഥലങ്ങളിലും പൊതുവായിട്ട് നമുക്ക് ഈ ഒരു പോളിംഗ് ശതമാനം കുറവാണെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടിയിൽ അവസാനിപ്പിക്കാം. ശരി, ജയസൂര്യൻ. അല്ല, ഇവിടെ GV ഹരി ഒരു മുൻകൂർ ജാമ്യമാണ് ഈ സമയമെല്ലാം എടുത്തുകൊണ്ടിരുന്നത്. അതായത് ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോൾ GV ഹരി 2020 എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അത് പൊളിഞ്ഞു വീഴുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാം ഈ 2020 ഒക്കെ വെറും പടം മാത്രമാണ്, വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതിന് ഒരു മുൻകൂർ ജാമ്യം തൃശൂർ തിരുവനന്തപുരം ഡീലാണ്, അതിന് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് നാളെ ഇവിടുത്തെ UDF അപ്പാടെ തകർന്നു വീഴുന്ന സമയത്ത് കണ്ടോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ ആ പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ ഒരു തൃശൂർ തിരുവനന്തപുരം ഡീലും അല്ലെങ്കിൽ 2 സീറ്റ് ഡീലും ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് രഹസ്യമായിട്ടല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളത് പറയുമെങ്കിൽ ഞങ്ങൾ പരസ്യമായിട്ട് പറയും, നേരത്തെ പറയും, ഇലക്ഷന്റെ അന്നല്ല അതിനു മുമ്പേ പറയും. അപ്പോൾ അതിനൊരു മടിയില്ലാത്ത പാർട്ടിയാണ് BJP. അപ്പൊ അങ്ങനെ ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതി അവരെ നന്നായിട്ട് പിടികൂടിയിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ സ്വന്തം സൈഡിൽ നിർത്താൻ നോക്കിയിട്ട് പ്രസ്താവനകൾ ഇറക്കി അതുകൊണ്ടും കാര്യമില്ല, 2 മുന്നണിയാണ് എന്ന് അഭിനയിക്കുന്നത് കൊണ്ടും കാര്യമില്ല. കോൺഗ്രസ് അപ്രസക്തമായിരിക്കുന്നു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. അതുകൊണ്ട് തന്നെ UDF-ന് പ്രസക്തി നഷ്ടപ്പെട്ട ഒരവസരത്തിൽ എന്തു വന്നാലും 2020 അസാധ്യമാണ്. അപ്പോൾ CPM-നോ ഇടതുപക്ഷ മുന്നണിക്കോ കൂടുതൽ സീറ്റ് കിട്ടിയാൽ പറഞ്ഞു നിൽക്കാൻ ഒരു തൊടുന്യായമാണ് ഇപ്പോൾ ഈ സംഭവം. ആ പിടിവള്ളിയിൽ പിടിച്ചു തൂങ്ങുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് ശ്രീ GV ഹരിയിൽ കൂടി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ശരി, എന്തായാലും ഈ കാര്യത്തിൽ അത് VD സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ EP ജയരാജനെ ബലിയാടാക്കും ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ഒരു വാദം. ശരി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ, ഈ വോട്ടെടുപ്പ് ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് EP ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത് CPM-ലും ഒരു വലിയ ചർച്ചാ വിഷയമായി മാറും. ചിലപ്പോൾ ഒരു നടപടിയുടെ തലത്തിലേക്ക് പോകലും ചർച്ചകൾ വരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: EP വിവാദം ഈ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് 80% പ്രേക്ഷകർ പറയുന്നു, ഇല്ല എന്ന് 17%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൈം ഡിബേറ്റ് വലിയ രീതിയിലുള്ള പോളിംഗ് വന്നപ്പോൾ തന്നെ ഏറ്റവും അധികം